കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരുപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനവും സീറ്റുറപ്പും വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ നാടകത്തിന് തിരശ്ശീല ഉയരുന്നതായി ആരോപണമുയരുന്നു. ബീഹാർ ആസ്ഥാനമായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഹം എന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകളും വ്യാജ പ്രചരണങ്ങളും ഉണ്ടെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതാവെന്ന് അവകാശപ്പെടുന്ന സുബീഷ് പി വാസുവിനെതിരെയാണ് അമിത്ഷായുടെ പേരിൽ തട്ടിപ്പ്, പെയ്ഡ് ന്യൂസ്, വ്യാജ ആത്മീയ വേഷങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഒന്നിനൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന ബീഹാർ ആസ്ഥാനമായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഹം എന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരുപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനവും സീറ്റുറപ്പും വാഗ്ദാനം ചെയ്ത് വൻതോതിൽ തട്ടിപ്പ് നടത്തുകയാണ് എന്നതാണ് ആക്ഷേപം. പാർട്ടിയുടെ കേരള നേതാവെന്ന് അവകാശപ്പെടുന്ന സുബീഷ് പി വാസുവിനെതിരെയാണ് പ്രധാന ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. NDAയുടെ ഭാഗമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹം പാർട്ടിക്ക് 15 സീറ്റുകൾ നൽകാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന രീതിയിൽ പ്രചാരണം നടത്തിയെന്നാണ് പരാതി. എന്നാൽ കേരളത്തിലെ BJP നേതൃത്വം ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. മാധ്യമങ്ങൾക്ക് പണം നൽകി പ്രചാരണമോ എന്നതാണ് അടുത്ത ചോദ്യം. സുബീഷ് പി വാസുവിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം തന്നെ പെയ്ഡ് ന്യൂസ് വഴിയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പരസ്യമെന്ന് തോന്നാത്ത വിധത്തിൽ വാർത്തകൾ നൽകാൻ പണം വാഗ്ദാനം ചെയ്തതായി ശബ്ദരേഖകൾ പുറത്തു വന്നിരുന്നു. ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിൽ പൂർണ്ണ പേജിൽ ഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചതും വിവാദമായിരിക്കുകയാണ്. അമിത്ഷായുടെ പേരിലെ വ്യാജ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? അമിത്ഷായുടെ പ്രത്യേക ദൂതനാണെന്ന അവകാശവാദത്തോടെ സുബീഷ് പി വാസു വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖം നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന BJP നേതൃത്വത്തിന് അദ്ദേഹത്തെയോ പാർട്ടിയുടെ കേരള പ്രവർത്തനങ്ങളെയോ കുറിച്ച് ഔദ്യോഗിക അറിവില്ലെന്നാണ് വ്യക്തമാകുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ നീണ്ട പട്ടികയാണ് ഇയാളെ കുറിച്ചുള്ളത്. സുബീഷ് പി വാസു നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് തട്ടിപ്പ്, തൃശൂരിലെ പ്രൈഡ് സൊസൈറ്റിയിൽ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് 5 കോടി രൂപ വായ്പയെടുത്ത് മുങ്ങിയെന്നാണ് പ്രധാന പരാതി. ഇതിൽ 50 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്ന് രേഖകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ബംഗളൂരു മദ്യക്കച്ചവട തട്ടിപ്പ്, 2023 മദ്യക്കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 65 ലക്ഷം രൂപ തട്ടിയ കേസിൽ ബംഗളൂരു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ മറ്റ് രാഷ്ട്രീയ ബന്ധമുള്ളവരും ഉൾപ്പെട്ടിരുന്നുവെന്നാണ് പ്രധാനമായ വിവരം. തൃശൂർ നെടുമ്പുഴ കേസ്, വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാനുള്ള രേഖകൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 9.78 ലക്ഷം രൂപ തട്ടിയെന്ന കേസും നിലവിലുണ്ട്. വ്യാജമെത്രാന്മാരും രാഷ്ട്രീയ വേദിയുമാണ് ഇനി അടുത്തതായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഹം പാർട്ടിയുടെ കേരള ലയന സമ്മേളനത്തിൽ പങ്കെടുത്ത ചില മെത്രാന്മാർ വ്യാജന്മാരാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവരികയാണ്. യാതൊരു സഭാപരമായ അംഗീകാരവുമില്ലാത്ത വാടക മെത്രാന്മാരെ ഉപയോഗിച്ച് ന്യൂനപക്ഷ പിന്തുണയുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രധാനമായ ആക്ഷേപം. തമിഴ്നാട്ടിലെ വെല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. നേതാക്കളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ലയന ചടങ്ങിൽ പങ്കെടുത്ത മുൻ MLA-മാരായ AV താമരാക്ഷനും മാത്യു സ്റ്റീഫനും പാർട്ടിയുടെ പിന്നിലുള്ളവരെ കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായ അറിവില്ലെന്ന് പ്രതികരിക്കുകയും ചെയ്തു. ദേശീയ നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന വിശ്വാസത്തിലാണ് ചേർന്നതെന്നും ഇരുവരും വ്യക്തമാക്കി കഴിഞ്ഞു. ജാഗ്രതാ മുന്നറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെയും NDAയുടെയും പേര് ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയത്തിന്റെയും ആത്മീയതയുടെയും മറവിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളോട് പൊതുജനം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പേരുപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനവും സീറ്റുറപ്പും വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ പുതിയൊരു തട്ടിപ്പിന് രൂപം കൊടുക്കുകയാണ് സുബീഷ് പി വാസു. ഈ നാടകത്തിന് ഒരു അന്ത്യമുണ്ടാകുമോ? എന്തുതന്നെയായാലും പോലീസ് സംവിധാനം കൃത്യമായി ഈ വിഷയം അന്വേഷിക്കുമെന്ന് കരുതാം. നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.